ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഡിജിറ്റൽ ബൈഫോക്കൽ ലെൻസസിനെ കുറിച്ചാണ്. എന്താണ് ഡിജിറ്റൽ ബൈഫോക്കൽ ലെൻസസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നമ്മൾക്ക് യാതൊരു കാരണവശാലും പ്രോഗ്രസീവ് ലെൻസസ് അവർക്ക് അഡ്ജസ്റ്റ് ആകുന്നില്ല എന്നുള്ള ഘട്ടങ്ങളിൽ അവർക്ക് ബൈഫോക്കൽ ലെൻസ് വേണ്ടാത്തവർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലെൻസാണ് ഡിജിറ്റൽ ബൈഫോക്കൽ ലെൻസസ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബൈഫോക്കൽ ലെൻസസിൽ അടിയിൽ ആ കട്ടിങ്ങിലാണ് റീഡിങ്ങിൻ്റെ പവർ കൊടുക്കുക. അത് രണ്ടായിട്ട് തരം തിരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ആ കട്ടിങ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അതിൽ 3 വിഷനാണ് കൊടുക്കുന്നത്. അതായത് ദൂരത്തേക്കുള്ള കാഴ്ചയുടെയും ഉണ്ടാവും, നടുക്കൊരു ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ്, അതായത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ അടിയിൽ ആ കട്ടിങ്ങിൽ നമ്മൾ വായനയുടെ പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബൈഫോക്കൽ ലെൻസസിലാണെങ്കിൽ 2 പവറാണ് കൊടുക്കുന്നത്, ദൂരത്തേക്കും വായിക്കാനുമുള്ളത്. അത് പക്ഷേ ആ അടിയിൽ കട്ടിങ് കൊടുത്തിട്ടാണ് നമ്മൾ ആ റീഡിങ്ങിൻ്റെ പോർഷൻ കൊടുക്കുന്നത്. ദൂരത്തേക്ക് ഡിസ്റ്റൻസിലേക്കുള്ള പവർ മേൽഭാഗത്ത് കൊടുക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് രണ്ടും വേണ്ട, അങ്ങനെയുള്ളവർക്ക് അഡ്ജസ്റ്റ് ആവുന്നില്ല, കട്ടിങ്ങുള്ള ലെൻസ് ഒഴിവാക്കണം, എന്നാൽ പ്രോഗ്രസീവ് അഡ്ജസ്റ്റ് ആകുന്നില്ല എന്നുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ബൈഫോക്കൽ ലെൻസസ് അതിലെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 2 പവർ, അതായത് ദൂരത്തേക്കുള്ള കാഴ്ചയും അടുത്തേക്കുള്ള കാഴ്ചയും നമുക്കതിൽ പവർ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൽ ആ കട്ടിങ് ഉണ്ടാവില്ല, 2 ഡിസ്റ്റൻസും നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഈ പ്രോഗ്രസീവും ഡിജിറ്റൽ ബൈഫോക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിജിറ്റൽ ബൈഫോക്കലിൽ ആ കട്ടിങ്ങും ഒഴിവാക്കും, അതോടൊപ്പം തന്നെ ഇൻ്റർമീഡിയറ്റ് വിഷനും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 50 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രോഗ്രസീവ് ലെൻസ് അഡ്ജസ്റ്റ് ആവുന്നില്ല എന്നോർത്ത് പേടിക്കേണ്ട, നിങ്ങൾക്ക് ഡിജിറ്റൽ ബൈഫോക്കൽ ലെൻസസ് അവൈലബിൾ ആണ്.